ഇതൊക്കെ എന്നെ വെബ്സൈറ്റ് ഞാൻ കണ്ട് ഞെട്ടിയിരിക്കുക ലിറ്ററലി. ഈ ഒരു വെബ്സൈറ്റ് കണ്ടില്ല എന്നാ അടിപൊളിയാണ്. നോക്ക്, ഒരാളെ പേഴ്സണൽ പോർട്ട്ഫോളിയോ. അയ്യോ, ഗെയിം പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് igloo.inc. ഇതിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇഗ്ലൂവിനെ നമുക്ക് ഇങ്ങനെ ആക്കാം. നല്ല ഇന്ററാക്റ്റീവാ, കണ്ടില്ലേ? അയ്യോ, നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ഇന്ററാക്ട് ചെയ്ത് പോണ നോക്ക്. നല്ല സ്മൂത്ത് വെബ്സൈറ്റ്. അയ്യോ, ഇതൊക്കെയാണ് മോനെ വെബ്സൈറ്റ്. ഇങ്ങനത്തെ വെബ്സൈറ്റ്സ് കാണുമ്പോഴാണ് കയ്യിലിരിക്കുന്ന വെബ്സൈറ്റ്സ് എടുത്ത് കണക്ട് ചെയ്താൽ തോന്നുന്നത്. വെൽക്കം ടു 3D വെബ്സൈറ്റ് സീരീസ് പാർട്ട് 1. നിങ്ങൾ ഇങ്ങനത്തെ വെബ്സൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല വെബ്സൈറ്റ്സ്. ഒരു വെബ്സൈറ്റ് മാക്സിമം ഒരു യൂസറിന് കൂടുതൽ എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ വെബ്സൈറ്റിൽ കുറച്ച് ആനിമേഷൻ ഇടുന്നതിന് പുറത്ത് 3D എലമെന്റ്സ് ഒക്കെ കാണിച്ചു. പണ്ടൊക്കെ ആപ്പിളിന്റെ വെബ്സൈറ്റിൽ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏറെക്കുറെ നല്ല കുറെ വെബ്സൈറ്റുകളിൽ ഈ 3D എലമെന്റ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പം ബൂമിങ്ങും. അപ്പൊ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അതിന്റെ പിറകിലുള്ള ടെക്നോളജീനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ്ജിയിൽ എന്ന് പറഞ്ഞ ബ്രൗസറിലുള്ള ഒരു ടെക്നോളജിയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ. വെബ്ജിയിൽ മാത്രമല്ല 3GSും വേറെ കുറച്ച് ടെക്നോളജീസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് വരാം. അപ്പോൾ പാർട്ട് 2 വേണമെന്നുള്ളൊരു പാർട്ട് 2 എന്ന് കമന്റ് ഇട്ടോ.